ഭഗവാനക്ക് സമർപ്പിക്കുന്ന രംഗം. ഇതിമതിരുപകൽപിതാ വികൃഷ്ണ ഭഗവതി സാത്വത പുംഗവേ വിഭൂമി സ്വസുഖമുപഗതേ ക്വചിത് വിഹത്തും പ്രകൃതിമുപേയുഷി യദ്ഭവ പ്രവാഹഃ ഇതിമതിരുപകൽപിതാ വികൃഷ്ണ. ഭഗവാനെ, എൻ്റെ ശുദ്ധമായ ബുദ്ധിയെ ഞാൻ സമർപ്പിക്കുന്നു. സ്വസുഖമുപഗതേ, സ്വയം ആനന്ദമൂർത്തിയായ ഭഗവാൻ ക്വചിത് വിഹത്തും, ചിലപ്പോൾ ഇങ്ങനെ കളിയാടാൻ വേണ്ടി നിങ്ങളുടെ പ്രകൃതിയോട് ചേർന്ന് ഈ ലോകങ്ങളൊക്കെ സൃഷ്ടിക്കുന്നു. തത്സൃഷ്ട്വാ തദേവാനുപ്രാവിശത് എന്ന് വേദം തന്നെ പറയുന്നു. ഈ ലോകത്തിനെ സൃഷ്ടി അതിൻ്റെ ഉള്ളിലും ഭഗവാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. ത്രിഭുവന കമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനി വപുരലകുലാവൃതാരണാബ്ജം വിജയസഖേരതിരസ്തു മേനവദ്യ. ത്രിഭുവന കമനം, ഭഗവാന്റെ ആ ദിവ്യരൂപം 3 ലോകങ്ങളെയും അയക്കുന്ന ദിവ്യരൂപമാണ്. മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ എല്ലാ ദേവന്മാരും ആകാശത്തിൽ നിന്ന് നോക്കുന്നു. 33 കോടി ദേവന്മാർ. അപ്പോൾ നോക്കാൻ എന്താ കാരണം? ഭീമൻ എങ്ങനെ ദുര്യോധനനെ അടിക്കുന്നു, ദുര്യോധനൻ എങ്ങനെ ഭീമനെ തള്ളുന്നു, അത് നോക്കാൻ വേണ്ടിയില്ലേ. ഈ കൃഷ്ണൻ്റെ സാരഥ്യം, കൃഷ്ണൻ ഇങ്ങനെ കടിഞ്ഞാളം വലിച്ചിരുത്തുന്നു, ചമ്മട്ടി എങ്ങനെ ഉയർത്തുന്നു, ഹോ ഹോ ഈ ഘോഷം ഇടയ്ക്കിടയ്ക്ക് കുതിര ഭാഷ സംസാരിച്ചുകൊണ്ട് ഭഗവാൻ ആ സാരഥ്യം ചെയ്യുന്ന അത് ദിവ്യരൂപം കാണാൻ വേണ്ടിയാണ്. പാർത്ഥസാരഥിയുടെ ദിവ്യരൂപം കാണാൻ വേണ്ടിയാണ് ദേവന്മാർ പോലും അവിടെ ആകാശത്തിൽ കാത്തിരിക്കുന്നു. പിന്നെ ഭഗവാന്റെ ഒരു കാരുണ്യം, സ്വയം വെയിൽ മുഴുവൻ സ്വന്തം തലയിൽ സ്വീകരിച്ചുകൊണ്ട് അർജുനൻ നിഴലിൽ വെച്ച് തേർതെളിക്കുന്നു. അങ്ങനെ തേർതെളിക്കുമ്പോൾ ഇന്നത്തെ കാലം പോലെ വലതുവശം വണ്ടി ഓടിക്കുമ്പോൾ ഒരു മഞ്ഞളയിട്ട് ഇങ്ങനെ കത്തും. അപ്പോൾ വണ്ടി വലതുവശം തിരിയാൻ പോകുന്നു. ഇടതുവശം തിരിയാമെങ്കിൽ ഇടതുവശത്തിന് മഞ്ഞളയിട്ട്, നേരാകുമ്പോൾ 2 വശവും. അതുപോലെ സംവിധാനം പണ്ടത്തെ തേരിലില്ലല്ലോ. അപ്പോൾ ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വലതുവശം വണ്ടി ഓടിക്കണമെങ്കിൽ നിൻ്റെ കാലിൻ്റെ വളത്തെ തോളിൽ ചവിട്ടിയാൽ മതി. ഇടതുവശം ഓടിക്കുമ്പോൾ ഇടത് തോളിൽ ചവിട്ടിയാൽ മതി, നേരെ നടുക്ക് ചവിട്ടിയാൽ മതി. ഇത് ചവിട്ടി വെച്ചിട്ടാണ് ഭഗവാൻ മുന്നിൽ നിന്ന് വണ്ടി ഓടി. ഇതുപോലെ ഒരു സാരഥി വേറെ ആളുകൾ കിട്ടിയിട്ടില്ല. യുധി തുരഗരജോ വിധുംബ്രവിശ്വക്കചലുലിതശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരീർവിഭിദ്യമാനത്വചി വിലസത്കവചേസ്തു കൃഷ്ണ ആത്മാ. അപ്പോഴാണ് ഭീഷ്മൻ ഒരു കൂർത്തമൂർത്ത ബാണം കൊണ്ട് ഭഗവാന്റെ ഹൃദയത്തിൽ ഒരു ബാണപ്രയോഗം ചെയ്ത് ഭഗവാന്റെ ഹൃദയത്തിൽ ഒരു ദ്വാരം ഉണ്ടാക്കി. വിഭിദ്യമാനത്വചി, ഭീഷ്മൻ പറയുന്നു, അണ്ണൻ എൻ്റെ ഹൃദയത്തിൽ അടിച്ച് ഒരു ദ്വാരം ഉണ്ടാക്കിയല്ലേ. എന്തിനാ ചോദിച്ചാൽ എൻ്റെ പ്രാണൻ എൻ്റെ ഹൃദയത്തിൽ സമർപ്പിക്കാൻ വേണ്ടി പണ്ടേ ഞാൻ അടിച്ചതാണെന്ന് പറഞ്ഞ് ഭീഷ്മൻ്റെ ഗംഭീര സ്തുതി. പിന്നെ ഭഗവാൻ അർജുനന് ഗീതോപദേശിച്ച രംഗമാണ്. കാരണം നമ്മൾ എന്താണ് കൂടുതൽ ചിന്തിക്കുന്നുവോ അതാണ് അവസാന സമയത്തിൽ വരുന്നത്. 10 ദിവസം ഭീഷ്മൻ യുദ്ധം നടത്തുമ്പോൾ 10 ദിവസം ഉത്സവം പോലെയാണ് ഭഗവാനെ കണ്ടുകൊണ്ടിരുന്നത് ഭീഷ്മൻ. അതുകൊണ്ടാണ് അവസാന സമയത്ത് ആ ഗീതോപദേശം അർജുനനക്ക് വേണ്ടി ഭഗവാൻ ഉപദേശിച്ചു. ഇത്ര വലിയ ഉപദേശം. തമിഴ്നാട്ടിൽ ഒരു മഹാത്മാ ഉണ്ടായിരുന്നു, കാഞ്ചി മഠത്തിൻ്റെ സ്വാമികൾ, ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾ. അദ്ദേഹം ഒരു പണ്ഡിതനെ വിളിച്ച് പറഞ്ഞു, ഒരു ഗ്രാമത്തിൽ പോയി നിങ്ങൾ ഗീതോപദേശം, ഗീതവ്യാഖ്യാനം ചെയ്യണം, 1 മാസം പ്രഭാഷണം. അപ്പോൾ അദ്ദേഹം ഗ്രാമത്തിൽ ചെന്നപ്പോൾ 2 ആളും ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ അദ്ദേഹം വിചാരിച്ചു ആദ്യ ദിവസമല്ലേ 2 ആളും ഉണ്ടാവും, പിന്നെ കൂടി വിചാരിച്ചു. പിന്നെ അവസാനം 1 മാസം വരെ 2 ആൾ മാത്രമേ കേട്ടു. അവസാനം ആ പണ്ഡിതൻ തിരിച്ചു വന്ന ശേഷം ഗീത പ്രഭാഷണമൊക്കെ നടത്തിയോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ സങ്കടമായി പോയി, എനിക്ക് ഇത്ര വലിയ പഠിച്ചിട്ട ആളെ എനിക്ക് ശ്രോതാക്കളായി 2 ആൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സ്വാമികൾ പറഞ്ഞു, നീ വലിയ ഭാഗ്യവാനാണ് നീ. എന്താ കാരണം? അത്ര ഗീത നേരിട്ട് ഉപദേശിച്ച ഭഗവാൻ പോലും 1 ആളെ കിട്ടിയിട്ടുള്ളൂ. അർജുനൻ മാത്രമേ ഉണ്ടായിരുന്നു. നിനക്ക് 2 ആൾ കിട്ടിയല്ലേ, നീ വലിയ ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഒരു അർജുനർക്ക് മാത്രം
കാരണം നിമിത്തം വെച്ച് നമുക്കും കൂട്ടിച്ചേർത്താണ് ഉദ്ദേശിച്ചു. കുമതി മഹരദാത്മവിദ്യയായ ചരണരതി പരമസ്യ തസ്യ മേസ്തു സ്വനിഗമമപഹായ മത്പ്രതിജ്ഞാം ഋതമധികർത്തുമവപ്ലുതോ രഥസ്ഥഃ ധൃതരഥചരണോഭ്യയാച്ചലദ്ഗുഹും ഹരിരിവ ഹന്തുമിഭം ഗതോത്തരീയഃ. പിന്നെ ഭീഷ്മൻ ശപഥം ചെയ്തു, 4 സന്ധ്യയ്ക്ക് മുമ്പ് പാണ്ഡവന്മാരെ വധിച്ചേക്കും. ഇത് കേട്ട് ദ്രൗപദി പറഞ്ഞപ്പോൾ ഭഗവാൻ വിഷമിക്കേണ്ടാവെന്ന് പറഞ്ഞ് ആ ഭീഷ്മൻ്റെ അടുത്ത് തന്നെ ദ്രൗപദിയെ കൊണ്ടുപോയി നമസ്കരിക്കാൻ പറഞ്ഞു. ദ്രൗപദി നമസ്കരിച്ചപ്പോൾ നോക്കാതെ ഭീഷ്മൻ ദീർഘസുമംഗളാഭവാൻ ആശീർവാദം ചെയ്തു പോയി. പിന്നെയാണ് ഈ രാത്രിയുടെ ദ്രൗപദിയെ കൊണ്ടുവന്ന് ആരാണെന്ന് നോക്കുമ്പോൾ കൃഷ്ണനാണെന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം വീണ്ടും ശബ്ദത്തു, കൃഷ്ണ, നാളെ യുദ്ധത്തിൽ നിന്നെ ഞാൻ ചക്രധാരിയായി കാണും എന്ന് പ്രതിജ്ഞ ചെയ്തു. കാരണം ഭീഷ്മന്റെ ശബ്ദം ഭഗവാൻ ഭംഗപ്പെടുത്തിയല്ലേ. പാണ്ഡവന്മാർ വധിച്ചേക്കും പറഞ്ഞു. പിന്നെ ദീർഘസുമംഗള ഭഗവാൻ ദ്രൗപദിക്ക് ആശീർവാദം കൂടി ചെയ്തു. അടുത്ത ദിവസം ഭയങ്കര യുദ്ധം നടത്തുമ്പോൾ അർജുനർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി. അപ്പോഴാണ് ഭഗവാൻ സ്വയം അധീരൻ്റെ ചക്രമെടുത്ത് ധൃതരഥചരണോഭ്യയാച്ചലദ്ഗുഹു. തേരിൻ്റെ ചക്രം എടുക്കാൻ എന്താ കാരണം? ഭീഷ്മൻ ചക്രധാരിയായി കാരണം പ്രതിജ്ഞ ചെയ്തിട്ടുള്ളൂ. സുദർശന ചക്രധാരിയായി കാരണം പറഞ്ഞിട്ടില്ലേ. അത് വണ്ടി ചക്രം കാണിച്ചാൽ മതി വിചാരിച്ച് ഭഗവാൻ വണ്ടി ചക്രം കയ്യിലെടുത്ത് പുറപ്പെട്ടു. ധൃതരഥചരണോഭ്യയാച്ചലദ്ഗുഹു ഹരിരിവ ഹന്തുമിഭം ഗതോത്തരീയഃ. അങ്ങനെ ഭീഷ്മനടിക്കാൻ വേഗം പുറപ്പെട്ടപ്പോൾ ഭഗവാന്റെ മുണ്ട് അഴിഞ്ഞ് വീണു. മുണ്ട് അഴിഞ്ഞ് വീണതുപോലും ഉത്തരീയം മേൽമുണ്ട് വീണതുപോലും അറിയാതെ ഓടുന്നു. ഇതിനെ പല കാരണം മഹാത്മാക്കൾ പറയാറുണ്ട്, ഗുരുനാഥൻ പറയാറുണ്ട്. ഭഗവാനെ ഓടിപ്പോകുമ്പോൾ മുണ്ട് സ്വന്തം സീറ്റിൽ വീണുപോയി. എന്തിനാ ചോദിച്ചാൽ വീണ്ടും ഞാനിവിടെ വരും, അത് അർജുനോട് പറയാൻ വേണ്ടിയാണ് മുണ്ട് അവിടെ ഇട്ടുപോയി. പിന്നെ ഞാൻ പോയ ശേഷം ഇവിടെ ആരെങ്കിലും കയറിയിരുന്നാലോ? പാർത്ഥസാരഥി ഞാൻ ഒരാളേ ഉള്ളൂ, വേറൊരാൾ പാർത്ഥസാരഥി അടിക്കാൻ പാടില്ല. സീറ്റ് റിസർവേഷൻ ചെയ്യാൻ വേണ്ടി അവിടെ മുണ്ട് ഇട്ട് പോയി. പിന്നെ ഭഗവാൻ ചാടി പുറപ്പെട്ടപ്പോൾ കൊടിയിലിരിക്കുന്ന ഹനുമാനും ഒപ്പം ചാടാൻ തുടങ്ങി. അപ്പോൾ ഹനുമാനോട് അവിടെ എന്തോളൂ പറയാൻ വേണ്ടി മുണ്ട് അവിടെ ഇട്ടു. പിന്നെ ഭഗവാൻ അവിടെ മുണ്ട് ഇട്ടിങ്ങനെ മറച്ചിരിക്കും. വേണ്ടപ്പെട്ട ആൾ ഓർമ്മ മൊത്തം കുറച്ച് മുണ്ട് ഇങ്ങനെ മാറ്റും. കാരണം ഭഗവാന്റെ മാരടുത്ത് മഹാലക്ഷ്മി ഉണ്ടാവും. മഹാലക്ഷ്മി കടാക്ഷം വേണ്ട ആൾ ഓർമ്മ ഇങ്ങനെ കിട്ടും, വേണ്ടത് ആലോചന മറച്ചു വയ്ക്കും. പാണ്ഡവന്മാർ ചിലപ്പോൾ എടുക്കും, ദുര്യോധനൻ ഇങ്ങനെ മറച്ചു വയ്ക്കും. ഇപ്പോൾ ഭീഷ്മന്റെ അടുത്ത് പോകുമ്പോൾ മുണ്ട് ഇട്ട് പോകാൻ എന്താ കാരണം? തൻ്റെ മരണത്തിരിക്കുന്ന മഹാലക്ഷ്മി കടാക്ഷം ഭീഷ്മർക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഭഗവാൻ മുണ്ട് അവിടെ ഉപേക്ഷിച്ച് വന്നത്. ഗതോത്തരീയഃ. പിന്നെ തൻ്റെ ദിവ്യ സൗന്ദര്യം, നമുക്കൊക്കെ വസ്ത്ര ആഭരണങ്ങൾ ധരിച്ചാലേ സൗന്ദര്യം കൂടുള്ളൂ. കൃഷ്ണനൊക്കെ അങ്ങനെയല്ലേ, ഒന്നും വിചാരിക്കാതെ സൗന്ദര്യം വർദ്ധിക്കും. ഗുരുവായൂരപ്പനൊക്കെ ചന്ദനച്ചാർട്ടൊക്കെ ഇല്ലാതെ വെറുതെ രാവിലെ ഒരു കോടകം മാത്രം ഉടുത്തിരിക്കുന്ന രൂപം കാണുമ്പോഴാണ് കൂടുതൽ നൽകുന്നത്. അങ്ങനെ ഭഗവാൻ തൻ്റെ ദിവ്യ സൗന്ദര്യം ഭീഷ്മർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഗതോത്തരീയഃ. ഇങ്ങനെ പല വ്യാഖ്യാനം ഗുരുനാഥൻ പറയും. അങ്ങനെ ഭീഷ്മൻ്റെ തൻ്റെ വാക്ക് മാറ്റിവെച്ച് സ്വമീകമം അപഹായ മത്പ്രതിജ്ഞാം. പിന്നെ ഭഗവാനക്ക് രാജസൂയാഗത്തിൽ ചെയ്ത ദിവ്യ അഭിഷേകം അതുകൊണ്ട് സ്മരിക്കുന്നു ഭീഷ്മാചാര്യൻ. പിന്നെ തനിക്ക് ഗോപികമാർക്കുള്ള ഭക്തി ചെയ്യാനായിട്ടില്ലല്ലോ, അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ഗോപിയായി ജനിക്കാനുള്ള ഭാഗ്യം തരണേ. ലളിതഗതി വികാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാഃ കൃതമനുകൃതവത്യൗന്മദാന്ധാഃ പ്രകൃതിമകൻ ഇല യസ്യ ഗോപവദ്വഃ. ഇങ്ങനെ ഭീഷ്മൻ ഭഗവാനെ സ്തുതിച്ച് ഭഗവാന്റെ പാദത്തിൽ ലയിച്ചു. ഭീഷ്മർക്ക് മുക്തി കൊടുത്ത ശേഷം ഭഗവാൻ ധർമ്മപുത്രർക്ക് പട്ടാഭിഷേകം നടത്തി. ദ്വാരകയ്ക്ക് മടങ്ങുമ്പോൾ എല്ലാവരും സ്തുതിച്ചുകൊണ്ട് പുറകിൽ വരുന്നു.